നിന്റെ അന്ത്യം ആരംഭിച്ചു കഴിഞ്ഞു. എൻ.എം. ബാദുഷ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് ഹരീഷ് കണാരനെ. വെല്ലുവിളി എന്നൊന്നും പറഞ്ഞാൽ പോരാ, വധഭീഷണിയാണ് മുഴക്കുന്നത് എന്നത് വേണം തന്നെ പറയാൻ. ഹരീഷ് കണാരൻ എൻ.എം. ബാദുഷ തമ്മിലുള്ള തർക്കം തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി, 2-3 ദിവസമായി. ഹരീഷ് കണാരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞു താൻ 20 ലക്ഷം രൂപ ബാദുഷയ്ക്ക് കടം കൊടുക്കുകയും ബാദുഷ അതിനുശേഷം ആ പൈസ ഇതുവരെ തിരികെ തന്നിട്ടില്ല എന്നുള്ളതുമാണ് ഹരീഷ് കണാരൻ പറയുന്നത്. മാത്രമല്ല, പൈസ തന്നില്ല എന്നതിനേക്കാൾ ഉപരി തനിക്ക് കിട്ടേണ്ട സിനിമകളിൽ നിന്നെല്ലാം തന്നെ ഒഴിവാക്കിയത് എൻ.എം. ബാദുഷയാണെന്നുള്ള നിർണായകമായ വളരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ കൂടി ഹരീഷ് കണാരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞതിന് ശേഷം എൻ.എം. ബാദുഷ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ സോഷ്യൽ മീഡിയയിലൂടെ 20-ാം നൂറ്റാണ്ടെന്ന സിനിമയിൽ ശേഖരൻകുട്ടിക്ക് നേരെ മോഹൻലാലിൻ്റെ കഥാപാത്രം കൊടുക്കുന്ന മറുപടിയായിട്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതുകൊണ്ട് എൻ.എം. ബാദുഷ പറയുന്നത്. എനിക്ക് പറയാനുള്ളത് ഇതാണ്, ബാക്കിയെല്ലാം റേച്ചൽ എന്ന സിനിമയുടെ റിലീസിന് ശേഷം പറയുമെന്ന് എൻ.എം. ബാദുഷ പറയാൻ ഉള്ള ധൈര്യം എവിടെ നിന്നാണ് അദ്ദേഹത്തിന് വന്നത് എന്നുള്ളതാണ് ചോദ്യം. റേച്ചൽ എന്ന സിനിമ ഡിസംബർ 6-ാം തീയതിയായിരുന്നു ആദ്യം റിലീസിന് എത്തേണ്ടിയിരുന്നത്. പിന്നീട് കഴിഞ്ഞ ദിവസം ഒഫീഷ്യലി അതിൻ്റെ അണിയറ പ്രവർത്തകർ വന്ന് പറയുന്നു ഡിസംബർ 12-ാം തീയതി റേച്ചൽ എന്ന സിനിമയുടെ റിലീസ് മാറ്റിവെച്ചിരിക്കുന്നു. 12-ാം തീയതി ചിത്രം റിലീസിനെത്തും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ. എൻ.എം. ബാദുഷയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹം ഒരു തരത്തിൽ പോലും ഒരു വാക്ക് പോലും പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് തൻ്റെ സിനിമയായ റേച്ചലിന് ശേഷം മാത്രമേ താൻ എന്തും പ്രതികരിക്കൂ എന്നുള്ളതാണ്. ഇപ്പോൾ റേച്ചലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഏകദേശം കുറച്ചധികം വർഷങ്ങൾ ഈ റേച്ചലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 2-2.5 വർഷമായി റേച്ചലിൻ്റെ ഷൂട്ടിംഗ് തന്നെ ആരംഭിച്ചിട്ടും ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കുറച്ചധികം നാളുകൾക്ക് മുമ്പ്, ഏകദേശം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആദ്യം റിലീസ് ഡേറ്റ് തീരുമാനിച്ചതാണ്. പിന്നീട് അതിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റുകയും ചെയ്തു. പറഞ്ഞു വരുന്നത് എൻ.എം. ബാദുഷ ഇതിന് മറുപടി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് പരസ്യമായ ഭീഷണി വീഡിയോ ആണ് എൻ.എം. ബാദുഷ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വധഭീഷണി മോഡിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇതാണ് ഇവിടുത്തെ ചോദ്യം. ഇതാണ് ഈ മാഫിയ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കപ്പെടുന്നത്. ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ആളുകൾ വന്ന് പറയുന്നത് ഡയലോഗ് കൊള്ളാം, പക്ഷേ വാങ്ങിയ കാശ് തിരികെ കൊടുക്കൂ എന്നുള്ളതാണ്. 20 ലക്ഷം രൂപ തനിക്ക് ആവശ്യമായ ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ സഹായിച്ച ഹരീഷ് കണാരൻ എത്ര വർഷം ആ തുകയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു എന്നതും കൂടി നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പല ന്യായങ്ങളും ഹരീഷ് കണാരൻ്റെ ഭാഗത്താണ് എന്നുള്ള രീതിയിലേക്ക് സംസാരങ്ങളും വരുന്നത്. ഹരീഷ് കണാരൻ 20 ലക്ഷം രൂപ വളരെ അത്യാവശ്യമായിട്ട് തനിക്ക് വേണമെന്ന് ബാദുഷ പറഞ്ഞപ്പോൾ അത് കൈയോടെ കൊടുക്കുകയും കടമായിട്ടാണ് കൊടുത്തത്. കടമായിട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ കൊടുത്ത വ്യക്തി തിരിച്ചു ചോദിക്കുമ്പോൾ അത് കൊടുക്കാനുള്ള മര്യാദ കാണിക്കണം. ഇത് ചോദിച്ചിട്ട് നാളുകളായി വെയിറ്റ് ചെയ്തു. എൻ.എം. ബാദുഷയുടെ വേറൊരു സിനിമ റിലീസ് ചെയ്തിട്ട് തരാം. ആ സിനിമയുടെ പേര് വെടിക്കെട്ടെന്നാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജുമാണ് പ്രധാന വേഷത്തിലെത്തിയത്. ആ ചിത്രം നിർമ്മിച്ചത് എൻ.എം. ബാദുഷയാണ് കേട്ടോ. ആ ചിത്രത്തിൻ്റെ റിലീസിന് ശേഷം തരാം എന്നതായിരുന്നു പറഞ്ഞത്. പക്ഷേ ആ ചിത്രം തിയേറ്ററുകളിൽ വലിയ പരാജയമായിരുന്നു. തിയേറ്ററുകളിൽ ആ സിനിമ വിജയിച്ചില്ല. അതായിരിക്കാം കാരണം. എന്തായാലും അതിനുശേഷവും ഹരീഷ് കണാരന് ആ പൈസ തിരികെ കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ, പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴാണ് ഇത് വീണ്ടും സംസാര വിഷയമാകുന്നത് എന്നത് വേണം തന്നെ പറയാൻ. അത് വീണ്ടും ബാദുഷ ഇങ്ങനൊരു വീഡിയോയുമായിട്ട് വരുമ്പോൾ എന്താണ് അതിന് പിന്നിലുള്ള കാരണം, എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്, ഈ ഒരു ചോദ്യം വളരെയധികം പ്രസക്തമല്ലേ. അതായത് ബാദുഷ ഇനി പൈസ തിരികെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നത് മാത്രമല്ല, തന്നെ സിനിമാ ജീവിതത്തിൽ നിന്നും പുറത്താക്കി എന്നത് പോലും ഹരീഷ് കണാരൻ പറയുന്നുണ്ട്. ഹരീഷ് പറയുന്നുണ്ട്, ഞാനിത് പുറത്ത് പറഞ്ഞതിൻ്റെ പേരിൽ ചിലപ്പോൾ നാളെ എനിക്കിനി സിനിമ കിട്ടിയെന്നതല്ല, ഞാൻ സ്റ്റേജ് പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പൊക്കോളാം എന്നത് ഹരീഷ് പറയുന്നതിൻ്റെ കോൺഫിഡൻസ് എന്താണ്? കാരണം കുറച്ച് വർഷങ്ങളായിട്ട് ഹരീഷിന് സിനിമയില്ല. 2014 സിനിമാ മേഖലയിൽ വന്ന ഹരീഷ് കണാരൻ 2020 വരെ സജീവമായി സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഹരീഷ് കണാരൻ കടം കൊടുത്ത് കഴിഞ്ഞതും ഹരീഷ് കണാരൻ പിന്നെ സിനിമയില്ല. 2021 മുതൽ 2025 വരെ ഹരീഷ് ആകെ ചെയ്തിരിക്കുന്നത് വിരളിലെണ്ണാവുന്ന സിനിമയാണ്. ഈ വിരളിലെണ്ണാന്ന് പറഞ്ഞാൽ 10-ന് പോയിട്ടില്ല. 24-25 ഒക്കെ പടങ്ങളില്ല. അജയന് 2-ാം മോഷണം എന്ന സിനിമയിൽ തന്നെ ആദ്യം കാസ്റ്റ് ചെയ്തിട്ട് ആ റോളിൽ നിന്നേ പോയി, ആ റോള് കയ്യിൽ നിന്ന് പോയി. അത് എങ്ങനെയാണ് പോയെന്ന് ഹരീഷിനും അറിയില്ല, അജയന് 2-ാം മോഷണം എന്ന സിനിമയിൽ നായകനായ ടൊവിനോ തോമസിനും അറിയില്ല. അതിനിടയിൽ മീഡിയേറ്റർ കളിച്ച എൻ.എം. ബാദുഷ ഹരീഷ് കണാരൻ്റെ വേഷം തന്നെ തട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം ചോദിച്ച കടം, അതായത് പൈസ ചോദിച്ചത് തിരികെ വാങ്ങിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യം കൂടിയാണ്. അതായത് ഈ മലയാള സിനിമ എന്ന് പറയുന്നത് മാഫിയകളുടെ കൈകളിലാണോ എന്നുള്ള ചോദ്യം വളരെയധികം പ്രസക്തമാകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ തീരുമാനിക്കുകയാണ്. ബാദുഷ ഉൾപ്പെടെയുള്ള ആളുകൾ തീരുമാനിക്കും ആരുടെയൊക്കെ സിനിമകൾ ചെയ്യണം, ആരേതൊക്കെ സിനിമകൾ ചെയ്യണം. എന്നെ എതിർത്താൽ നീ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താണ്. ഇനി അഥവാ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഞാൻ പൈസ തിരികെ തന്നില്ല എന്ന് പറഞ്ഞാൽ ഇതുപോലെ വധഭീഷണി വീഡിയോ മുഴക്കി ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഞാനിടും എന്ന് പറയാനുള്ള ധൈര്യം അത് തന്നെയല്ലേ ബാദുഷ ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഈ വീഡിയോ എഡിറ്റ് ചെയ്ത വീഡിയോ ആണെങ്കിൽ പോലും ഇതാണ് തനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എൻ എം ബാദുഷ? ചോദിച്ച പൈസ, അതായത് കടം കൊടുത്ത് വാങ്ങിച്ചിട്ട് അത് തിരികെ ചോദിക്കുമ്പോൾ അത് കൊടുക്കാതെ ഹരീഷ് കണാരൻ ഇപ്പോൾ സഹികെട്ടല്ലേ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിച്ചത്? അല്ലാതെ കഴിഞ്ഞ ആഴ്ച താങ്കൾക്ക് പൈസ കടം തന്നിട്ട് ഒരു ദിവസത്തെ അവധി തെറ്റിച്ചതുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു വന്ന വ്യക്തിയല്ല ഹരീഷ് കണാരൻ. ഹരീഷിൻ്റെ പൈസ, ഹരീഷ് തന്നെ പറയുന്നത് എൻ്റെ കുടുംബവും എൻ്റെ കുട്ടികളും അനുഭവിക്കേണ്ട കാശല്ലേ ആ 20 ലക്ഷം രൂപ. ആ കാശ് എൻ എം ബാദുഷ കൊണ്ടുപോകുമ്പോഴേക്കും എൻ്റെ കുടുംബമല്ലേ അത് എഫക്റ്റ് ആവുന്നത്? മാത്രമല്ല പല മറ്റേ ഓർഫനേജ് പരിപാടികൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എൻ എം ബാദുഷ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന് പോലും സഹായിക്കാൻ ഹരീഷ് കണാരൻ പൈസ കൊടുത്തിട്ടുണ്ട്. ആ പൈസയെ പറ്റിയല്ല ഹരീഷ് കണാരൻ ചോദിക്കുന്നത്. നിങ്ങൾ ഓർഫനേജിന് കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ സാമൂഹിക പ്രവർത്തിക്ക് വേണ്ടിയിട്ടോ ഒക്കെ പൈസ ചോദിക്കുന്നതിൻ്റെ കടം, ആ പൈസയുമല്ല ഹരീഷ് കണാരൻ ചോദിക്കുന്നത്. ഹരീഷ് ചോദിക്കുന്നത് നിങ്ങൾ ഹരീഷിൻ്റെ ഇത് വാങ്ങിച്ച കടമായ 20 ലക്ഷം രൂപയാണ്. അപ്പോൾ അതിന് മറുപടി പറയാതെ എൻ്റെ സിനിമ റിലീസാകട്ടെ, ഇതുപോലെ നിങ്ങളുടെ ഒരു സിനിമ റിലീസാവാൻ വേണ്ടി കാത്തിരുന്നതല്ലേ ഹരീഷ് കണാരൻ? ആ സിനിമയുടെ പേര് വെടിക്കേട്ടെന്നാണ്. അപ്പോൾ വെയിറ്റ് ചെയ്തില്ലേ, ഇനി വീണ്ടും വെയിറ്റ് ചെയ്യണം അടുത്ത സിനിമകളുടെ റിലീസിന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം ചോദിക്കുമ്പോൾ, ഇതെല്ലാം സംസാരിക്കുമ്പോൾ അതിനൊന്നും മറുപടി പറയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ എം ബാദുഷ മറുപടി പറയണം. ഇപ്പോൾ 12-ാം തീയതി റേച്ചൽ റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ഇതിന് മറുപടി പറയൂ എന്നൊന്നും പറയുന്ന കാര്യമില്ല. തനിക്കെതിരെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ആ നിഴലിൽ നിന്നും മാറി തൻ്റേതായ വ്യാഖ്യാനങ്ങൾ പറഞ്ഞ് ഇതിൻ്റെ ഈ ഒരു പുകമറ മാറ്റേണ്ടത് വളരെ അനിവാര്യമാണ്. അല്ലാതെ ഒരു വധഭീഷണി വീഡിയോ പോലത്തെ ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ വിട്ടിട്ട് അത് മുഴക്കിയിട്ട് പിന്നീട് ഞാൻ എൻ്റെ റിലീസിന് ശേഷം പറയാമെന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ് എൻ എം ബാദുഷ? അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നത്. ഹരീഷ് കണാരൻ നിവൃത്തികേട് കൊണ്ടാണ് സംസാരിക്കുന്നത്. അല്ലാതെ ഞാൻ എൻ എം ബാദുഷയ്ക്ക് നേരെ ഇപ്പം അങ്ങ് സംസാരിക്കാം എന്ന് പറഞ്ഞല്ല സംസാരിക്കുന്നത്. നിവൃത്തികേടുണ്ട്. വർഷങ്ങളായി കിട്ടേണ്ട സിനിമകൾ കിട്ടാണ്ട്, എന്താണ് തനിക്ക് ചുറ്റും നടക്കുന്നതെന്ന് അറിയാണ്ട്, പലരും എവിടെ സിനിമയൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ അഭിനയം നിർത്തി എന്ന് പോലും പറയേണ്ടി വരുന്ന ഗതികേടിലായിരുന്നു ഹരീഷ് കണാരൻ. ഹരീഷ് കണാരൻ ഒരിക്കലും ആ തീരുമാനം എടുത്തിരുന്നില്ല താൻ അഭിനയം നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട്. ഗതികേടുകൊണ്ട് സിനിമകൾ വരുന്നില്ല, ആളുകളോട് എന്ത് പറഞ്ഞ് പിടിച്ചു നിൽക്കുമെന്ന് അറിയാത്തത് കൊണ്ടാണ് പറഞ്ഞുകൊണ്ട് കിടന്നത് ഞാൻ അഭിനയം നിർത്തി എന്നുള്ളത്. ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു നടൻ, ഒരു നിർമ്മാതാവ് 20 ലക്ഷം രൂപ പറ്റിച്ചിട്ട് പോകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അയാളുടെ ഉള്ളിൽ വിഷമമുണ്ടാകും. അയാൾ പ്രതികരിക്കും, അയാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കും. അത് തന്നെയാണ് നമ്മളിവിടെയും കണ്ടത്. ഇത് തന്നെയാണ് സംഭവിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ എൻ എം ബാദുഷ മറുപടി പറയണം. റേച്ചൽ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് വരെയൊന്നും കാത്തിരിക്കാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് പറയേണ്ടത്. ഉടനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് എന്താണ് സംഭവിച്ചതെന്നും തൻ്റെ വേർഷൻ എന്താണെന്നുള്ളതും മറുപടി പറഞ്ഞുകൊണ്ട് എൻ എം ബാദുഷ രംഗത്ത് വരണം. അല്ലെങ്കിൽ ഹരീഷ് കണാരൻ പറഞ്ഞതാണ് സത്യമെന്ന് മലയാളികൾ ഉൾപ്പെടെ വിശ്വസിക്കും. അത് തന്നെയാണ് സത്യമെന്ന് ഉറപ്പിക്കുകയും ചെയ്യും. എൻ എം ബാദുഷയാണ് ഇതുപോലെ മൗനം പാലിക്കുന്നതെങ്കിൽ. അത് തന്നെയാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.